കിം ജോങ് ഉൻ എന്ന കൊടും ഭീകരനായ ഏകാധിപതിയുടെ ഭരണത്തിൽ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞിരുന്ന സൈനികരാണ്. അല്പം സ്വാതന്ത്ര്യം കിട്ടിയതോടെ സകല നിയന്ത്രണവും നഷ്ടമായി. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനാണ് ഉത്തര കൊറിയ സൈനികരെ അയച്ചത്. റഷ്യയിലെത്തി ശുദ്ധവായു ശ്വസിച്ച സൈനികർ അല്പസ്വല്പം സുകുമാര കലകൾ വശത്താക്കാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. കൊടും യുദ്ധത്തിനിടയിലും സൈനികരുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലാണത്രേ. ഫോൺ വീഡിയോകൾ കാണലാണ് ഇപ്പോഴത്തെ സൈനികരുടെ ഹോബിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത്. ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിന് കർശന നിയന്ത്രണമുണ്ട്. റഷ്യയിൽ അൺലിമിറ്റഡ് ആണ് ഇന്റർനെറ്റ്. ഇതോടെയാണ് പോൺ വീഡിയോകൾ കാണാനുള്ള കൊതിമൂത്ത് മുഴുവൻ സമയവും അശ്ലീല ചിത്രങ്ങൾ കാണുന്നത്. ഫിനാൻഷ്യൽ ടൈംസിലെ ഫോറിൻ അഫയേഴ്സ് കമന്റേറ്ററായ ഗിഡിയൻ റാച്ച്മാനാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഉത്തര കൊറിയൻ സൈനിക സംഘത്തിലെ ഏകദേശം 10,000 സൈനികർ അഡൽട്ട് ഓൺലി കണ്ടന്റുകളോട് അമിത താല്പര്യമുള്ളവരാണ്. റഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന ഉത്തര കൊറിയൻ സൈനികർക്ക് മുമ്പ് തടസ്സമില്ലാതെ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ അവർ റഷ്യയിലെത്തിയതോടെ നിയന്ത്രണങ്ങളില്ലാതെ ഇന്റർനെറ്റ് ലഭ്യമായി തുടങ്ങി. ഇതോടെ സൈനികർ കൂടുതൽ സമയവും പോൺ വീഡിയോകൾ കാണുന്നതിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. എക്സിലെ ഒരു പോസ്റ്റിൽ ഗിഡിയൻ റാച്ച്മാൻ കുറിച്ചു. ഉത്തര കൊറിയയിൽ പൗരന്മാർക്ക് വളരെ പരിമിതമായ ഇന്റർനെറ്റ് ലഭ്യത മാത്രമേ ഉള്ളൂ. കൂടാതെ പോൺ സൈറ്റുകളും മറ്റും സർക്കാർ കർശന നിയന്ത്രണമാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയക്കാർക്ക് 28 വെബ്സൈറ്റുകൾ മാത്രമേ ആക്സസ് ചെയ്യാനും കഴിയൂ. അവയിൽ കൂടുതലും സർക്കാർ നടത്തുന്ന മാധ്യമങ്ങളും സുപ്രീം നേതാവ് കിം ജോങ് ഉന്നിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ്. റഷ്യയിലെത്തിയ സൈനികർക്ക് ആദ്യമായി അനിയന്ത്രിതമായ ഇന്റർനെറ്റ് ആക്സസ് ലഭിച്ചതോടെയാണ് അശ്ലീല സൈറ്റുകൾ കയറാനുള്ള താല്പര്യം വർദ്ധിച്ചത്. യുക്രൈനുമായുള്ള റഷ്യയുടെ അതിർത്തിക്ക് സമീപം 10,000 കണക്കിന് ഉത്തര കൊറിയൻ സൈനികരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നതും.